നമസ്കാരം, ഡീ ഫോക്കസിലേക്ക് സ്വാഗതം. തെരുവ് നായ്ക്കൾ മനുഷ്യന് ഭീഷണിയാകരുതെന്ന് സുപ്രീം കോടതി. തെരുവ് നായ്ക്കളോട് അനുകമ്പയാകാം, ഇക്കാര്യത്തിൽ സന്തുലിതമായ നടപടികളാണ് വേണ്ടത് എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തെരുവ് നായ പ്രശ്നം നേരിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് മൃഗസംരക്ഷണ ബോർഡ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. വിഷയത്തിൽ അടുത്ത മാസം 4-ന് വിശദമായ വാദം കേൾക്കും. ഈ വിഷയമാണ് ഡീ ഫോക്കസ് ചർച്ചയ്ക്കെടുക്കുന്നത്. അഡ്വക്കേറ്റ് വി.കെ. ബിജു സുപ്രീം കോടതി അഭിഭാഷകനാണ്. സാലി കണ്ണൻ മൃഗസ്നേഹി, ഒപ്പം കൊച്ചൌസേബ് ചീറ്റിലപ്പള്ളിയും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ വി.കെ. ബിജു, സന്തുലിതമായ ഒരു സമീപനം വേണം എന്നാണ് കോടതി പോലും നിർദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരാമർശം. എന്തായിരിക്കണം ഈ സന്തുലിതമായ സമീപനം? വൈകാരികമായ സമീപനങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നത്. നായ്ക്കളെ ഒന്നിച്ചു കൊന്നൊടുക്കുക എന്ന ഒരു വാദക്കാരും നായ്ക്കളെ തൊടുകയേ ചെയ്യരുത് എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗക്കാരും. ഇവിടെ കോടതിയിലെത്തുമ്പോൾ നിയമപരമായി അനുഭവിക്കുന്ന നേരിടുന്ന പ്രയാസങ്ങൾ എന്താണ്? കേൾക്കുന്നുണ്ടോ താങ്കൾക്ക്, അഡ്വക്കേറ്റ് വി.കെ. ബിജു? ഇല്ല. ഹലോ, കേൾക്കാമോ താങ്കൾക്ക്? ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. അല്ല, ഈ കേസിനകത്ത് വൈകാരികമായി സമീപിക്കുന്നു രണ്ടു കൂട്ടരും എന്നുള്ളത് പറയുന്നതിനപ്പുറം ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുവരേക്കും ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കുറച്ചും കൂടി കടന്നിട്ടെന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്പോൺസേഡ് NGOസും മൃഗസ്നേഹികളും പറയുന്ന 2001 ആനിമൽ ബർത്ത് കൺട്രോൾ ഡോഗ്സ് റൂൾസ് ആക്ടിന് എതിരായി നിലനിൽക്കുമോ എന്നാണ് ഇന്ന് കോടതി ചോദിച്ചത്. ആ ഒരു റൂളിൻ്റെ പുറത്താണ് കേരളത്തിലെ ആയിരക്കണക്കിന് മനുഷ്യർ പട്ടി കടിച്ചു പേ പിടിച്ചു മരിക്കുമ്പോൾ ആ ഫിറോഷ്യസ് ആയ ഡേഞ്ചറസ് ആയ പട്ടികളെ കൊല്ലരുത് എന്ന് പറയുന്നത് ആ ഒരു റൂളിൻ്റെ ബേസിസിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആ റൂൾ ഇല്ലീഗലാണ്, ആ റൂൾ നിലനിൽക്കാനില്ല എന്ന്. അപ്പോൾ സുപ്രീം കോടതിയും ഇന്ന് അത്തരത്തിലൊരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നു. ആ റൂള് നിലനിൽക്കുന്നില്ലെങ്കിൽ അത് പ്രത്യേകം പരിശോധിച്ചുകൊണ്ട് ഇനി സുപ്രീം കോടതിക്ക് പോകാൻ കഴിയൂ എന്നുള്ള ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ വിക്ടിംസിന് ഒരാശ്വാസമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ വിഷയങ്ങൾ സുപ്രീം കോടതി മറ്റൊരു ഉത്തരവിലൂടെ ഇന്ന് തന്നെ മറ്റൊരു ദിവസത്തേന് പരിഗണിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം വിക്ടിംസിന് ആശ്വാസമേകുന്നതും അതോടൊപ്പം തന്നെ സ്പോൺസേഡ് NGOയും അതുപോലെ തന്നെ സ്പോൺസേഡ് മൃഗസ്നേഹികൾക്കും എതിരായ ഒരു സംഭവമാണ്. അവർ കുറച്ചുകൂടി കാര്യങ്ങളെ വ്യക്തമായി കണ്ടുകൊണ്ട് നിയമപരമായി നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തെ കാണണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ശ്രീ വി.കെ. ബിജു, സ്പോൺസേഡ് NGOകൾ എന്നൊക്കെ പറയുമ്പോൾ അത് അത്തരം സമീപനങ്ങളൊക്കെ നമ്മൾ കൈക്കൊള്ളുമ്പോഴും താങ്കൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇതിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന്. എന്താണ് അതിന് താങ്കൾ കാണുന്ന നിയമപരമായ വശങ്ങൾ? നിയമപരമായ വശങ്ങൾ പ്രസാദ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റീസ് അഗൈൻസ്റ്റ് ആനിമൽസ് ആക്ട് 1960 സെക്ഷൻ 11 സബ്സെക്ഷൻ 3 ക്ലോസ് B-C അത് നിയമമാണ്. ആ നിയമം ഉണ്ടാക്കിയത് പാർലമെന്റാണ്. ആ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിനകത്ത് സെക്ഷൻ 38 അനുസരിച്ചിട്ട് കൊടുത്തിരിക്കുന്ന റൂൾ മേക്കിംഗ് പവറിലാണ് ആ ABC റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ റൂളിന് ഒരിക്കലും അതിൻ്റെ നിയമത്തിൻ്റെ സ്കോപ്പിന് ബിയോണ്ട് കനോട്ട് ട്രാവൽ. അതുപോലെ തന്നെ കേരളത്തിലെ എടുത്തു പരിശോധിച്ചാൽ കേരള പഞ്ചായത്ത് രാജ് ആക്ടും കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടും പറയുന്നത്, എസ്പെഷ്യലി സെക്ഷൻ 438 ഓഫ് കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് വളരെ വ്യക്തമായി പറയുന്നു, സ്ട്രേ ഡോഗ് ഹാസ് ടു ബി ഡിസ്ട്രക്റ്റഡ്. ഈ നിയമങ്ങളിൽ എങ്ങും തന്നെ ഈ തെരുവ് നായ്ക്കളെ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറയുന്നില്ല. സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് ഉണ്ടാക്കി വെച്ചത് ഈ റൂളിലാണ്. അപ്പോൾ റൂള് ഒരിക്കലും ആക്ടിനെതിരെ ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചറിന് നീങ്ങുവാൻ വേണ്ടി കഴിയില്ല. അതായിരുന്നു നമ്മൾ ഇത്രയും നാളും കോടതി സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇന്ന് സുപ്രീം കോടതിയും ഏകദേശം വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നു. അപ്പം ആ റൂൾ എങ്ങനെ നിയമത്തിന്റെ പുറത്ത് വന്നു എന്നുള്ളത് പരിശോധിക്കാതെ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ഏതാനും ചില പേപ്പേഴ്സ് ഇന്ന് സബ്മിറ്റ് ചെയ്തത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഒരു നിലപാടെടുക്കുകയും ഇനി 4-ാം തീയതിന്റെ വാദം കേൾക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രത്യേക പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിക്കാമെന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ നിയമം വളരെ വ്യക്തമായിട്ട് അന്നും ഇന്നും എന്നും പറയുന്നത് സ്ട്രേ ഡോഗ് ഹാസ് ടു ബി ഡിസ്ട്രക്റ്റഡ്.
തെരുവ് നായകളെ, അനാവശ്യമായ അൺവാണ്ടഡ് ആനിമൽസിനെ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരുപക്ഷെ സംഭവിക്കാൻ പോവുക. അത് അങ്ങനെയാണ് സെറ്റിൽഡ് പൊസിഷൻ ഓഫ് ലോ. ഇപ്പോൾ നമുക്ക് അതിനൊരു ഉദാഹരണത്തിന് ഞാൻ പറയാം. കേരളത്തിൽ 1-ാം തീയതി കള്ള് ഷാപ്പ് അടച്ചിടണമെന്ന് പറഞ്ഞു, ലിക്കർ ഷാപ്പ് അടയ്ക്കുന്നതിൻ്റെ കൂടെ. എന്തുകൊണ്ടാണ് ലിക്കർ ഷാപ്പിൽ പോകുന്ന ആളുകൾ 1-ാം തീയതി സാലറി ദിവസം ആയതുകൊണ്ട് ആ പൈസ തീർത്തിട്ട് വീട്ടിൽ ചെല്ലുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് 1-ാം തീയതി, ഇംഗ്ലീഷ് കലണ്ടർ മാസം 1-ാം തീയതി അത് അടച്ചിടണമെന്ന് പറഞ്ഞു. എന്നാൽ കള്ള് ഷാപ്പിന് അത് ബാധകമായിരുന്നില്ല. അപ്പൊ കള്ള് ഷാപ്പും കൂടെ അടച്ചിടണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞപ്പോൾ അത് സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തിട്ട് പറഞ്ഞു അബ്കാരി ആക്ടിനെതിരായിട്ടുള്ള അങ്ങനെ ഒരു റൂളും ഒബ്സർവേഷൻ ശരിയല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ശ്രീ സാലി കണ്ണൻ, ഇവിടെ മനുഷ്യന് ഭീഷണിയാകരുത്, തെരുവുനായ്ക്കളോട് അനുകമ്പയാകാം, എന്നാൽ മനുഷ്യജീവന് അത് ഭീഷണിയാകരുത് എന്നാണ് സുപ്രീം കോടതിയുടെ ആദ്യ നിരീക്ഷണം. അതനുസരിച്ച് അഡ്വക്കേറ്റ് വി കെ ബിജു പറയുന്നത് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നതിന്റെ സൂചന തന്നെ ആയാണ് അദ്ദേഹം അതിനെ നിരീക്ഷിക്കുന്നത്. കാരണം നിയമപരമായി ഇത്തരം അനുകൂലമായ ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റും വളരെ അനുകൂലമായ വിധി തന്നെയാണ്. പക്ഷേ അഡ്വക്കേറ്റ് ബിജു പറയുന്ന രീതിയിൽ അനുകൂലമല്ല. സുപ്രീം കോടതി എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ഇപ്പോന്നല്ല മുമ്പും പറഞ്ഞിരിക്കുന്നത്, തെരുവുനായ്ക്കളെ കൊല്ലണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് അഡ്വക്കേറ്റ് ബിജു ഏത് രീതിയിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പറയണത്, മീഡിയയും ഇവരൊക്കെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വന്ധ്യംകരണം മാത്രമാണ് ഒരു സൊല്യൂഷൻ ആയിട്ട്. അത് ഇന്ത്യയിലത്തെ സുപ്രീം കോർട്ടല്ല, അത് ലോകമൊട്ടാകെ ഒരു ഫാക്ട് ആണ്. പിന്നെ കഴിഞ്ഞ ഏതൊരു പ്രോഗ്രാമിൽ അഡ്വക്കേറ്റ് ബിജു ഇരുന്നിട്ട് WHO റെക്കമെൻഡേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. WHO തന്നെ പറഞ്ഞിരിക്കുന്നത്, WHO എന്നല്ല, എവിടെയും തെരുവുനായ്ക്കളെ കൊല്ലണം എന്നുള്ള ഒരു റൂൾ എവിടെയും ഇല്ല. കൊന്നൂച്ച മൊത്തം ഈക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടും എന്നുള്ളത് WHO പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്ധ്യംകരണം ആണ് ഒരു സൊല്യൂഷൻ. അപ്പൊ കേരളത്തിലും വന്ധ്യംകരണം തന്നെയാണ് സൊല്യൂഷൻ ആയിട്ട് വരാൻ പോണേ. അതിൽ ഫ്രണ്ടിൽ അതിന്റെ എല്ലാ വക സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാവും. കേരളത്തിൽ എവിടത്തെ തെരുവുനായ്ക്കൾ, എവിടെ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായാലും ഞാൻ ആ ഏരിയയിലേക്ക് പോകാനായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട്, ചാലഞ്ച് എന്നല്ല, ഒരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ മുമ്പും ഓഫർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ഓഫർ ചെയ്യാൻ തയ്യാറാണ്. വന്ധ്യംകരണം ആണ് ഇതിന് ആകെയുള്ള ഒരു സൊല്യൂഷൻ. അത് മാത്രമാണ് നടക്കാൻ പോകുന്നുള്ളൂ. അത് ഒക്ടോബർ 4-ാം തീയതിത്തെ വിധിയായാലും അത് കഴിഞ്ഞിട്ട് വേറൊരു ഡേറ്റിലേക്ക് അത് മാറ്റി വെച്ചാലും വന്ധ്യംകരണം മാത്രമാണ് സുപ്രീം കോർട്ട് പറയാൻ പോകുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടത്തെ പോലെ മണ്ടത്തരം വിളിച്ച് പറയാനായിട്ട് എന്തായാലും പോകുന്നില്ല. അപ്പോൾ 100% ഈ ഒരു അനുകൂലമായിട്ടുള്ള ലോ തന്നെയാണ് വരാൻ പോണത്. ആ വരാൻ പോണത് ABC നല്ല രീതിയിൽ കേരളത്തിൽ നടത്തണം. ഇത്രയും കാലമായിട്ട് അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയെങ്കിലും കേരളത്തിൽ മര്യാദയ്ക്ക് ABC ചെയ്തിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഡോഗ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്ന് മാത്രമാണ് ലോ വരാൻ പോകുന്നത്. ശ്രീമതി സാലി കണ്ണൻ, തീർച്ചയായും വി കെ ബിജുവിന് മറുപടി പറയാനുണ്ടാവും. ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി, ഇതിൽ രണ്ട് വാദങ്ങൾ നടക്കുന്നു. ഒരേ നിയമത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇനി സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന വിധിയെക്കുറിച്ച് പല പ്രതീക്ഷകളും പ്രകടിപ്പിക്കുന്നു. ഏതായാലും മൃഗസ്നേഹികൾ അവർ വലിയ പ്രതീക്ഷയിലാണ്. താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇതിന്റെ നിയമവശത്തിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് സാധാരണ ജനങ്ങൾക്ക് അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാം. അതായത് എന്നെ ഒരു പാമ്പ് കടിക്കാൻ വന്നാൽ ഞാൻ അതിനെ തല്ലിക്കൊല്ലും. അത് വെരി സിമ്പിൾ. അത് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ജീവനാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തീർച്ചയായിട്ടും അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാം. തെരുവുനായ്ക്കളെ പോട്ടെ, അപകടകാരിയായിട്ടുള്ള ഏത് മൃഗത്തെയും കൊല്ലാം, പുലിയെ വരെ കൊല്ലാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ റോട്ടില് ബൈക്കിന് വട്ടം ചാടുന്ന തെരുവുനായ്ക്കള്, നമ്മുടെ കുട്ടികളെ കടിക്കുന്ന തെരുവുനായ്ക്കള്, നമ്മുടെ അമ്മമാരെ കടിച്ചു കൊന്ന് തിന്നുന്ന തെരുവുനായ്ക്കളെ ധൈര്യപൂർവ്വം കൊല്ലാം. കൊന്നാൽ ഒരു കുഴപ്പമില്ല. അത് നിയമം നമുക്ക് അനുകൂലമാണ്. അത് വെറുതെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. ഇത് എനിക്ക് സാലി കണ്ണനോട് വളരെ ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ പറയാണ്, കൊന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അപകടകാരിയായിട്ടുള്ള ഏത് മൃഗത്തെയും കൊല്ലാം. ആനയെ വരെ കൊല്ലാനായിട്ട് നമുക്ക് അധികാരമുണ്ടല്ലോ. ഈവൻ അപകടകാരിയായിട്ടുള്ള ഏത് സാഹചര്യത്തിലും നമുക്ക് തീർച്ചയായിട്ടും അപകടകാരിയായിട്ടുള്ള ഏത് മൃഗത്തെയും കൊല്ലാൻ സാധിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് കൊന്നിരിക്കും. അത് അതിനുള്ള നിയമം നമുക്ക് ഉണ്ട്. ഇനി അപകടകാരിയല്ലെന്ന് തെളിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ഫൈൻ വരാൻ പോകുന്നത് വെറും 50 രൂപയാണ്. അതേമാതിരി പോലീസ് സ്റ്റേഷനിൽ തന്നെ ജാമ്യം എടുക്കാവുന്ന കേസേ ഉള്ളൂ. ജനം അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇത് വെറും ഓലപ്പാമ്പാണ്. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് ഒരു പരിഗണനയിലേ അല്ല. ശ്രീ ചിറ്റലപ്പള്ളി, തിരിച്ചു വരാം. ശ്രീമതി സാലി കണ്ണനിലേക്കും അഡ്വക്കേറ്റ് വി കെ ബിജുവിലേക്കും വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് വി കെ ബിജു, താങ്കൾ പറയുന്ന കാര്യമനുസരിച്ച്
നായ്ക്കളെ കൊല്ലാവുന്ന രീതിയിലേക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ താങ്കൾ പ്രകടിപ്പിക്കുന്നു. ഇവിടെ ABC അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് നിയമജ്ഞർ ഇതുവരെയും വാദിച്ചു കേട്ടത്. താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു കാണുന്നു. എങ്ങനെയാണ് അത്? എന്നിട്ടും എന്തിനാണ് സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത്? നായ്ക്കളെ കൊല്ലുന്ന കാര്യത്തിൽ ഏത് രീതിയിലാണ് ഇത്തരം ഒരു അയവ് വരുത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലം നൽകിയത്? പ്രസാദ്, ഈ ഓണത്തിന്റെ തിരക്കിലും ഇന്ന് ഞങ്ങൾ ഉച്ചയൂണ് കഴിക്കാതെ കോടതിയിലായിരുന്നു ഈ കേസിന്റെ കാര്യത്തിൽ. പിന്നെ മീഡിയ വണ്ണ് ഇത്തരം ഒരു വിഷയത്തിന് വിളിച്ചപ്പോൾ അത്രയും പ്രചരണം ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ സാലി പറഞ്ഞു ഇവിടെ ഇരിക്കുന്നവർ മണ്ടത്തരം പറയുന്ന പോലെ അവിടെ ഇരിക്കുന്നവർ കേൾക്കൂലെന്ന്. സാലി കേരളത്തിൽ, ഞാൻ സുപ്രീം കോടതിക്ക് അകത്ത് വരുന്നു ഇന്ന്. അപ്പോൾ സാലി എവിടെ ഇരുന്നതെന്നുള്ളതല്ലേ ആലോചിക്കേണ്ടത്. സുപ്രീം കോടതി എന്താ പറഞ്ഞതെന്ന് സാലിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഈ കപട മൃഗസ്നേഹത്തിനൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. അത് തന്നെയല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ കേസിൻ്റെ നിയമവശം സംസാരിച്ചാൽ മതിയല്ലോ. ആരെല്ലാം എന്തെല്ലാം പറയുന്നു അതിനെല്ലാം മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിനകത്ത് സർക്കാരിന് പറ്റിയൊരു വീഴ്ച എന്ന് പറയുന്ന അതിന് 8 ദിവസം മുമ്പ് ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റിൽ കേരള ഹൈക്കോടതിയുടെ കഴിഞ്ഞ നവംബർ മാസത്തിലെ വിധി, അത് റൂൾസ് അനുസരിച്ചിട്ട് തെരുവ് നായ്ക്കളെ കൊല്ലണമെന്നാണ്, ഡേഞ്ചറസ് തെരുവ് നായ്ക്കളെ. അത് ശരിയല്ല എന്നും കംപ്ലീറ്റ്ലി പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചും കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് അനുസരിച്ചിട്ടും പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റീസ് ആക്ട് വകുപ്പുകൾ അനുസരിച്ചിട്ടും പറഞ്ഞിട്ടുള്ളതുപോലെ തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യുക, ഉന്മൂലനം ചെയ്യുക എന്ന് ഉള്ളത് മാത്രമാണ് അതിന് പറ്റിയ ഒരു പ്രതിവിധിയെന്നും അതുപോലെ തന്നെ റൂള് നിലനിൽക്കുന്ന അല്ല എന്നും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ മറ്റൊരു അപ്പീലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിലുള്ള ഈ പറയുന്ന അഫിഡവിറ്റ് നമ്മുടെ കേന്ദ്രമന്ത്രിയും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മനേകാ ഗാന്ധിയുടെ ഒരു പേടിപ്പിക്കലും പിന്നെ എൻ്റെ സീനിയർ കൊളീഗും സുഹൃത്തുമായ പ്രശാന്ത് ഭൂഷന്റെ ഒരു ഇടപെടലും കൊണ്ടാണ്. പക്ഷെ പ്രശാന്ത് ഭൂഷൺ ഇന്ന് ഈ കേസിൽ വന്നു എന്നുള്ള അല്ലാതെ ഡേ 1 ഓൺവേഴ്സ് ഞാൻ ഈ കേസിൽ അപ്പിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കേസിനകത്ത് കോടതി എന്ത് പറഞ്ഞു, കോടതി പറഞ്ഞത് പറയാതെ വന്നാൽ അല്ലെങ്കിൽ കോടതി പറഞ്ഞതിന് വിരുദ്ധമായി പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അതിൻ്റെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും ഒക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതും കപട സ്നേഹവും അവർക്ക് അവാർഡും NGOയും പിന്നെ താങ്കളും കപട സ്നേഹം എന്ന വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതും വൈകാരികമാവും. നിയമപരമായ കാര്യങ്ങൾ തന്നെ പറയുക. അല്ല, കപട സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ കാണണമല്ലോ. ആ സുലുവമ്മയുടെ വിഷയവും ഡോളിയുടെ വിഷയവും ഗീതയുടെ വിഷയവും കാണുമ്പോൾ കപട സ്നേഹം എന്തുകൊണ്ടാണ് പറയുന്നത് പ്രസാദേ? 231 കോടി മറ്റു മൃഗങ്ങളെ, ആട്, മാട്, മുയല്, കോഴി, ഇതിനെല്ലാം കൊല്ലുന്നു. അപ്പോൾ ആ കൊല്ലുന്നതിനെതിരെ ഈ സ്നേഹികൾക്ക് ഒരു സ്നേഹമില്ലേ? അപ്പോൾ പട്ടി റാബീസ് ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ റാബീസ് ലോബിയെ സഹായിക്കാൻ വേണ്ടി 20,000 കോടിയുടെ റാബീസ് കേരളത്തിലും ഇന്ത്യയിലും വെക്കുന്നു. അപ്പോൾ അതിനെ സ്നേഹിക്കുക. മറ്റ് 231 കോടി മറ്റു മൃഗങ്ങളെ പച്ചയ്ക്ക് വെട്ടി നുറുക്കി കൊല്ലുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുക. അതുകൊണ്ട് അവിടെ ഒരു കപടതയില്ലേ? അത് നമ്മൾ പറയണ്ടേ? അത് പറയാതെ എങ്ങനെയാണ് നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ച ചെയ്യുക? ശ്രീമതി സാലി കണ്ണൻ, അവിടെയാണ് കപടത ആരോപിക്കപ്പെടുന്നത്. അത്തരമൊരു കപടത നിരന്തരമായി ആരോപിക്കപ്പെടുന്നു. ഈ പട്ടി സ്നേഹം എന്ന് പറയുന്നത് കേവല പട്ടി സ്നേഹമായി ചുരുങ്ങുന്നു എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. ഇവിടെ താങ്കൾ നിയമപരമായി സംസാരിക്കുകയാണ്, നിയമപരമായി തന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. പ്രത്യേകിച്ചും അതിൽ തന്നെ ഊന്നുക. സാലി കണ്ണൻ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മുടെ ഈ അഭിഭാഷകൻ ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ കേസ് ഇങ്ങനെ ആയിത്തീരുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾ പുറത്തിരുന്നു കൊണ്ട് കമന്റ് പറയുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. പുറത്തിരുന്നു കൊണ്ട് കമന്റ് പറയുമ്പോൾ താങ്കൾക്ക് നിയമപരമായി അതിന് വയ്ക്കാവുന്ന ഉപോത്ബലകമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇതിന് പുറത്തിരുന്നിട്ടല്ല കമന്റ് പറയണേ. ഈ അഡ്വക്കേറ്റ് ബിജു ഒക്കെ പട്ടികളെ കാണുന്നതും തെരുവ് നായ്ക്കളെ കാണുന്നേക്കാളും അധികം കുറെ കാലമായിട്ട് ഞാൻ തെരുവ് നായ്ക്കളെ കണ്ടു തുടങ്ങി. പിന്നെ എന്താ കപട സ്നേഹം എന്ന് പറഞ്ഞത് എനിക്കിപ്പോ അഡ്വക്കേറ്റ് ബിജുനോടോ മാവേലിനോടോ തിരുപ്പള്ളിയോടോ തെളിയിക്കാനുള്ളതല്ല എന്റെ മൃഗസ്നേഹം എന്നുള്ളത്. അത് ഇവർ ആരോടും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കണ മൃഗങ്ങൾ ഇങ്ങോട്ട് എനിക്ക് ആ തരുന്ന ഒരു സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേരളത്തിലത്തെ ഒരു പട്ടിപ്പിടുത്തക്കാരിയാണ്. ഞാൻ ഒരു മൃഗസ്നേഹി എന്നുള്ള ഒരു ടാഗ് ഇട്ടിട്ടല്ല ഇവിടെ ഒരു ചർച്ചയിലും ഞാൻ വന്നിരിക്കാറില്ല.
ഞാൻ വന്നിരിക്കാറ് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ. കൊല്ലണതല്ലാണ്ടുള്ള കൊല്ലണത് എന്ന് പറയുന്നത് ഇസ് എഗൻസ്റ്റ് ദ ലോ. ഇവര് ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് TV ചാനലിലൊക്കെ പോയി കൊന്നോളൂ, കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ജാമ്യത്തിൽ പുറത്തേക്ക് എടുക്കാമെന്ന് പറയണത് ഇത് എവിടത്തെ ന്യായാന്ന് എനിക്കറിയില്ല. കേരളത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും. ഓപ്പൺ ആയിട്ട് ഷോയിൽ പോയിട്ട് 50 രൂപ ഫൈനുള്ള പോയി കൊന്നോളൂ, ധൈര്യമായിട്ട് കൊന്നോളൂ, നമ്മൾ ജാമ്യത്തിൽ എടുക്കാം, ഒരു കേസും ആവില്ല എന്ന് പറയുന്നത് ഇവിടെ നടക്കുള്ളൂ. ഇത് ഞാൻ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പുറമേയുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്സിലും പോയിട്ട് ABC ഞാൻ നടത്താറുണ്ട്. ഈ ABC എന്നുള്ളത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഞാൻ ഇത് ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരാളായിട്ടാണ് ഞാൻ സംസാരിക്കണേ, അല്ലാണ്ട് പുറത്ത് നിന്നിട്ടുള്ള ഒരു സംസാരമല്ല. ഇവർക്ക് സൊല്യൂഷൻ കൊടുത്താലും കൊന്നേ തീരുള്ളൂ എന്ന് ഇവർ പറയുമ്പോൾ ഇവർക്ക് ഇതിൽ എന്തൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് സത്യത്തിൽ എനിക്ക് സംശയം വരുന്നത്. കൊന്നാലേ ഇവർക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. ഹ്യൂമാനിറ്റേറിയൻസ് ആയാലും മനുഷ്യസ്നേഹികൾ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ജീവനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊല്ലണേന് പകരം ഒരു സൊല്യൂഷൻ മുമ്പിൽ വെച്ച് കൊടുത്താലും ആ സൊല്യൂഷൻ വേണ്ട, എന്നാലും കൊന്നേ തീരൂ എന്ന് പറയുമ്പോൾ അതിലെന്താന്ന് എനിക്കറിയില്ല. കേൾക്കണ ആൾക്കാർക്ക് മനസ്സിലാവുന്നോന്ന് എനിക്കറിയില്ല. കൊല്ലലല്ലാണ്ട് ഏതൊരു ഏരിയയിലും ഇവര് ഈ കൊല്ലണ്ട എന്ന് പറയുന്നവർ വാക്സിൻ ലോബിയുടെ ആളുകളാണെന്ന ആരോപണം കൂടിയുണ്ട്. ആരോപണം എന്തിനാ? ഇവർക്ക് പോയി തെളിയിക്കട്ടെ. ഇങ്ങോട്ട് വലിയ സുപ്രീം കോടതിയുടെ വക്കീലാണല്ലോ, തെളിയിക്കട്ടെ, RTI ഫയൽ ചെയ്യട്ടെ. എന്താണ് ഇവർ ഈ ആരോപണങ്ങളിൽ മാത്രം നിർത്തണം? എന്തുകൊണ്ട് ഇവർക്ക് ആർക്കും തെളിയിക്കാൻ പറ്റുന്നില്ല? കുറെ കാലമായി ആരോപിക്കാൻ തുടങ്ങിയിട്ട് പോയി തെളിയിക്കാൻ നടക്കട്ടെ. ഈ കൊല്ലണം എന്ന് പറയുന്ന അതേ ഇൻട്രസ്റ്റിൽ നമ്മുടെ വാക്സിൻ മാഫിയ തെളിയിക്കാനായിട്ട് നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് വർത്താനം പറയാൻ പറയും. യെസ്, അത് കഴിഞ്ഞിട്ട് അല്ല, ഇപ്പോൾ തന്നെ വർത്തമാനം പറയുമ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ വി.കെ. ബിജു ഒരുപാട് മറുപടി പറയാനുണ്ടാവും സാലി കണ്ണൻ ആരോപിച്ച കാര്യങ്ങളോട്. പക്ഷേ എന്തിനാണ് ഇത്ര അധികം ശാഠ്യം പിടിക്കുന്നത്? പട്ടികളെ ഒന്നിച്ചങ്ങ് കൊന്നൊടുക്കണം, മനുഷ്യന് ശല്യമാകുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒന്നിച്ചങ്ങ് കൊന്നൊടുക്കണം എന്നുള്ള ശാഠ്യം എന്തിനാണ് ഇത്ര വൈകാരികമായി നിങ്ങളെപ്പോലുള്ളവർ ഇതിനെ സമീപിക്കുന്നത്? നിയമപരമായ വാദങ്ങളൊക്കെ ശരി, പറയണം. അല്ല പ്രസാദേ, പ്രസാദ് പറഞ്ഞതുപോലെ സാലിക്കണ്ണന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് സാലിക്കണ്ണൻ ഇപ്പോൾ ഉപയോഗിച്ച ഭാഷയും തരവും ഒന്നും എൻ്റെതല്ലല്ലോ. അപ്പോൾ സാലിക്കണ്ണൻ തന്നെ പറഞ്ഞ് ഞാൻ പട്ടി പ്രേമിയാണ്, പട്ടിപിടുത്തക്കാരെയാണ്, പട്ടിയുടെ കൂടെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആളുകൾ സാലിക്കണ്ണന് മറുപടി കൊടുക്കട്ടെ. ഞാൻ ഇടപെടുന്ന ആളുകളും തരവും നോക്കി ഞാൻ മറുപടി കൊടുക്കാം. ശ്രീ വി.കെ. ബിജു, താങ്കൾ പറഞ്ഞത് 2-3 കാര്യങ്ങളുണ്ട്. കപട മൃഗസ്നേഹം എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചു, കപട മൃഗസ്നേഹികൾ എന്ന് ഉപയോഗിച്ചു, അവർ വാക്സിൻ ലോബിയുടെ ആളുകളാണെന്ന് ഉപയോഗിച്ചു. അതുകൊണ്ട് അവർ മറുപടി പറയില്ലേ? സ്വാഭാവികമല്ലേ? അല്ല, അതിന് ഞാൻ അവരോട് ഉപയോഗിച്ച വാക്കുകൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വാക്സിൻ ലോബിയുടെ വിഷയം എന്താ പറഞ്ഞത്? പ്രസാദ്, നിങ്ങളുടെ മീഡിയ വൺ ചാനലുകാർ കേൾക്കാൻ അനുവദിക്കട്ടെ എന്താ പറയുന്നതെന്ന്. ഞങ്ങളിത് ഇവിടെയല്ല പറയുന്നത്. ബിജു പ്രഭാകർ IAS ഓഫീസർ, കളക്ടറായിരുന്നു. അദ്ദേഹം ഗവൺമെന്റിന് അയച്ചൊരു കത്തുണ്ട്. അദ്ദേഹം കളക്ടർ ആകുന്നതിന് മുമ്പ് മെഡിക്കൽ കോർപ്പറേഷന്റെ MD ആയിരുന്നു. അദ്ദേഹം തെളിവടക്കം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കോടതിയിൽ ഒരു കാര്യം പറയുമ്പോൾ തെളിവുകളില്ലാതെ പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് സുപ്രീം കോടതി ഒരു വിഷയം സെറ്റിൽ ചെയ്യുമ്പോൾ ലോ ഓഫ് ദ ലാൻഡ് ആണ്. അപ്പോൾ ആ ഉത്തരവാദിത്വവും ആ ഭാഷാ നൈപുണ്യത്തോടും മാത്രമേ ഇനി സംസാരിക്കാൻ വേണ്ടി കഴിയൂ. പിന്നെ ഇങ്ങേര് അവിടെ പോയി അതാക്കട്ടെ, ഇങ്ങേര് ഇവിടെ പോയി ഇതാക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള കപട മൃഗസ്നേഹികൾ എന്ന് പറയുമ്പോൾ ബാക്കി 241 കോടി മറ്റ് മൃഗങ്ങളെ കൊല്ലുമ്പം അത് പച്ചയ്ക്ക് കണ്ടു നിൽക്കുക. പാവപ്പെട്ട മനുഷ്യരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കടിച്ചു വലിച്ചു കീറി പേ പിടിച്ച് കുരച്ചു മരിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുക, പയർ എത്രയെന്ന് നോക്കുമ്പോൾ അരി അഞ്ഞാഴി എന്ന് മറുപടി പറയുക. ഇത്തരത്തിലുള്ള ആളുകൾ എന്നിട്ട് ഞാൻ പട്ടിയുടെ കൂടെ നടക്കുന്നു. അങ്ങനെ മറുചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ കേവല യുക്തിയുടെ അടിസ്ഥാനത്തിൽ മറുചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് വി.കെ. ബിജു, ആനകൾ കൊല്ലുന്നില്ലേ, പട്ടികൾ കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ആനകൾ കൊന്നിട്ടില്ലേ എന്ന് ചോദിച്ചുകൂടെ? ആനകൾ കൊല്ലുന്നതും അത്തരം കാര്യങ്ങളും ഇപ്പൊ നിലവിൽ നമ്മുടെ മീഡിയ വൺ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? മീഡിയ വണ്ണിനെ പോലുള്ള ഒരു ചാനൽ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങള്, പട്ടിണി പാവങ്ങൾ, റബ്ബർ വെട്ടുന്ന ആളുകൾ, കള്ള് ചെത്തുന്ന ആളുകൾ, റോഡിൽ പണിയെടുക്കുന്നവർ, വയലിൽ പണിയെടുക്കുന്നവർ, AC കാറില്ലാത്തവർ, പെറ്റ് ഡോഗ് ഇല്ലാത്തവർ, അവരുടെ വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അവരുടെ ലെവലിൽ എനിക്ക് വലിയ താല്പര്യമുണ്ട് അവരുടെ വിഷയത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാതെ ഞാൻ ഇവിടെ പേ പിടിച്ച പട്ടിയുടെ കൂടെയാണ്, ആ പേ പിടിച്ച പട്ടിയെ പോലും കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെയും കപടതയുണ്ട്. ഇവർക്ക് എവിടുന്നോ അവാർഡ് കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത് മൃഗസ്നേഹത്തിന്റെ പേരിൽ. ആ മൃഗം പട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരാ അവാർഡ് തിരിച്ചു കൊടുക്കുമോ? എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? അപ്പോൾ ഇതെല്ലാം തന്നെ പ്രസാദ് എന്തൊക്കെയോ ചില നേട്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ കേസ് എടുത്തത് അയർക്കുന്നത്ത് മഞ്ഞാമറ്റത്ത്, കോട്ടയത്ത് അയർക്കുന്നത്ത് മഞ്ഞാമറ്റത്ത് പാവപ്പെട്ട ഒരു സ്ത്രീ, അവര് പേ പിടിച്ച് കുരച്ചു മരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിൽ അവരുടെ 2 ടീനേജറായിട്ടുള്ള മക്കള് വിൻഡോയിൽ കൂടി കാണുന്നു. പാർട്ട്ലി നഗ്നയായ സ്ത്രീ കുരയ്ക്കുന്നു, സലൈവ തുപ്പുന്നു, അതുപോലെ ഓടാൻ തുടങ്ങുന്നു, ചാടാൻ തുടങ്ങുന്നു. ഒരു പേ പിടിച്ച എല്ലാ ലക്ഷണങ്ങളോടും കൂടി ആ സ്ത്രീ മരിക്കുന്നു.
ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാതുക്കൽ ഒരു ദിവസം മേടിച്ച ഇമ്യൂണോഗ്ലോബിന്റെ വില 43,000 രൂപ, അടുത്ത ദിവസം മേടിച്ചത് 40,000 രൂപ. ഈ കേസ് ഇത്ര വൈകാരികമായി പഠിച്ചതിന്റെ പേരിലാണ് ഞാൻ പറയുന്നത് വാക്സിൻ മാഫിയ ഉണ്ട്. ഞാൻ തിരിച്ചെത്താം. സാലി കണ്ണൻ, ഓരോരുത്തർക്കും ഇതിനെ സമീപിക്കാനുള്ള അവനവന്റെ ചില കാര്യങ്ങൾ ഉണ്ടാകും. നിയമപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ വൈയക്തികമായ അനുഭവങ്ങളും ഇക്കാര്യത്തിൽ വൈകാരികമായി സമീപിക്കാൻ കാരണമാകാം. അപ്പോൾ പേ വിഷബാധ എന്ന് പറയുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് കണ്ടിൽ നിന്ന് അടിക്കാനാവില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു സവിശേഷമായ അനുഭവം കൂടി അതുകൂടി വെച്ച് നോക്കുമ്പോൾ നായ്ക്കളുടെ കാര്യത്തിൽ അത്രമാത്രം അനുകമ്പയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിലാണോ നമ്മൾ നിലനിൽക്കുന്നത് എന്ന ഒരു സംശയം ഉയരും. എന്താ പറയാൻ മനസ്സിലാവാത്ത? ഞാനിവിടെ പേ പട്ടികളെ പറ്റിയിട്ട് എവിടെ പേ ഉള്ള പട്ടികളെ കാണിച്ചു തരൂ, ഞാൻ വരാൻ അതിന്റെ അടുത്തേക്ക്. ഞാൻ പേ പട്ടികളുടെ കൂടെ ഇത് പിന്നെ വേറൊരു കാര്യം എന്താ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഞാൻ പട്ടികൾക്ക് വേണ്ടി മാത്രമാണെന്ന്. എന്തറിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരൊക്കെ എന്നെ പറ്റിയിട്ട് സംസാരിക്കണേ? എനിക്ക് അവാർഡ് കിട്ടിയത് പട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും എന്താ, ഞാൻ ചെയ്യണ ഹ്യൂമൻ വെൽഫെയറിനും ആനിമൽ വെൽഫെയറിനും കൂടിയിട്ടാണ്. ഞാൻ ഏറ്റവും അധികം വർക്ക് ചെയ്യണത് ഫാം ആനിമൽസ്. ഫാം ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ മനുഷ്യന് അറിയാവോ? ഫാം ആനിമൽസ് എന്ന് പറഞ്ഞാൽ പട്ടികളല്ല. ഫാം ആനിമൽസ് എന്ന് പറഞ്ഞാൽ പശു, പന്നി, കോഴി. കേരളത്തിലായാലും ഏതൊരു രാജ്യത്തിലായാലും ബാറ്ററി കേജസ്, ഇന്ത്യയിൽ നിന്ന് ബാറ്ററി കേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അധികം ഉള്ള വർക്ക്. ഞാൻ ഏറ്റവും അധികം വർക്ക് ചെയ്യണത് കോഴികൾക്കും അവരുടെ സഫറിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു ഡോഗ് ക്യാച്ചർ ആയിപ്പോയി. പിന്നെ കുറെ അധികം ഈ റോട്ടിലും ഈ വീട്ടിൽ വളർത്തിയിട്ട് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ പട്ടികൾ കൊണ്ട് ആൾക്കാരെ കൊണ്ട് തള്ളുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാറില്ലാത്തപ്പോൾ പോയി എടുത്ത് വളർത്താറുണ്ട്, അവരുടെ സ്നേഹം മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയാണ് കുറച്ചു കാലം മുമ്പ് ഞാൻ കേരളത്തിലത്തെ ഡോഗ് ക്യാച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ട്രെയിനറായി മാറിയത്. ഇതൊക്കെ എൻ്റെ ഒരു ലൈഫും ഇതൊരു പേഴ്സണൽ ഇൻസൾട്ടായിട്ട് ഇവരെടുത്തിട്ട് ഇവർ സംസാരിക്കാൻ എനിക്ക് കുറെ അധികം പറയാനുണ്ടോ. പക്ഷെ എനിക്ക് നീരവൻ ചാനലിൽ അത് യൂസ് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇവിടെ എന്താണ് വേണ്ടത്? ഒരു സൊല്യൂഷൻ. പേപ്പട്ടി ഈ കേരളത്തിലത്തെ ഈ ഇഷ്യൂവിന് എന്താണ്? ഒരാള് കടിച്ചിട്ട് പേ വരാണ്ടിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനല്ല പട്ടികളെയും കൊല്ലലല്ല സൊല്യൂഷൻ. അതിന് കറക്റ്റ് രീതിയിൽ കുറെ കൂടി ഈ വൈകാരികതയുടെ തലം മാറ്റിവെച്ച് തന്നെ സംസാരിക്കണം. അതാണ് ഇത്രയും നാൾ ഈ ചർച്ച നടന്നതിന്റെ ഒരു ഫലം അത് തന്നെ ആയിരിക്കണം. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒരു സമതുലിതാവസ്ഥയിൽ സമീപിക്കേണ്ടത് എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കാം. എനിക്കിതിനകത്ത് വൈകാരികതയുടെ പ്രശ്നമില്ല. സാലി കണ്ണൻ പറയുന്നത് നിയമമില്ലാന്ന്. എനിക്ക് നിയമമാണ് സാലി കണ്ണനോടും പ്രേക്ഷകരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള 59 നിയമങ്ങൾ, കേരളത്തിലെ വിവിധ ലെജിസ്ലേച്ചേഴ്സ് പാസ്സാക്കിയിട്ടുള്ള 59 നിയമങ്ങളുണ്ട്. 3 സെൻട്രൽ ആക്ട്സ് ഉണ്ട്. അതിനകത്തെല്ലാം പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാദം കേൾക്കുമ്പോൾ കൂടുതൽ പരാമർശങ്ങളും നമുക്ക് കേൾക്കാം. VK ബിജു, ശ്രീമതി സാലി കണ്ണൻ, കൊച്ചൗസ് ചിറ്റിലപ്പള്ളി, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡീപ് ഫോക്കസ് പൂർണ്ണമാവുന്നു.